ഞങ്ങൾ UDF-നെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പം അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടോ, അല്ല നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാവരും. എനിക്കറിയത്തില്ല, എനിക്കറിയില്ല. നേതൃത്വം പറഞ്ഞ് അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പൊ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. ഈ കൂട്ടത്തിൽ ഒരാൾക്കെതിരെ മോഷണ പരാതി ഉന്നയിച്ചതാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതെന്നാണ് അവരിപ്പോ പറഞ്ഞത് മാധ്യമങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ തെറ്റിച്ചു അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങളെ എതിർത്തിരിക്കുന്ന 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരും മായ രാഹുലും നഗരസഭ ഉപാധ്യക്ഷയാണ്. അവരുടെ നീക്കം എന്തായിരിക്കും? അവര് ഈ കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു ഭരണം നടത്താനുള്ള ഒരു നീക്കമാണോ? അയ്യോ, എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിന്റെ ഭാഗമായി അല്ല. ഞാനിപ്പോൾ ഒരു കൗൺസിലറാണ്. അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് ഇതുവരെ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന ഒരു വിപ്പ് ലംഘിച്ചുകൊണ്ട് പോകുന്നതാണോ കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കുന്നത്? അതിന്റെ അകത്ത് തന്നെ ഞങ്ങൾ അല്ല, അത് എല്ലാവരും കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞു. പലരും അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞവരുണ്ട്. അത് പൊതുവായ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത് ഒപ്പിടും. പക്ഷെ അത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് എന്തുകൊണ്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് DCC-യിലേക്കോ ഉള്ള കമ്മിറ്റികളിലേക്കോ ഒരു നിർദ്ദേശം കൊടുക്കുക, അതിനനുസരിച്ച് ഒരു തീരുമാനം അവർ പറയുന്ന ആ തീരുമാനം വേണം നമ്മൾ എടുക്കാൻ. പ്രധാനപ്പെട്ട കാര്യമുള്ളതേ, അതായത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു, പാർട്ടി വിപ്പ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ഈ പങ്കെടുത്തില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, ഇവരോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണല്ലോ. അത് UDF-ന്റെ തീരുമാനമാണത്. ഇത് UDF ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലാണ്ട് ഞാനെന്ന ഒരു വ്യക്തിയോ കോൺഗ്രസിന്റെ ഒരാളോ മാത്രമല്ല, UDF ആണ് ഇവിടെ നിൽക്കുന്നത്. നേതൃത്വത്തോട് പറഞ്ഞില്ല, കാരണം ഇത് UDF ഒന്നിച്ച് നിൽക്കുന്നത്. കാരണം വിപ്പിനനുസരിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങൾ. കോൺഗ്രസ് 2 തട്ടിലായില്ലെന്ന് പറയില്ല, കാരണം കോൺഗ്രസ് ഒന്നായിട്ടാണ് നിൽക്കുന്നത്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് തന്നെ നിൽപ്പുണ്ട്.